ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. സാലറി ചലഞ്ച് സാവധാനഗതിയിലാണെങ്കിലും ഒരു വിവാദ പ്രമേയമായി മാറിയിരിക്കുന്നു. അത് സ്വാഭാവികഗതിയിൽ മാറിത്തീർന്നതല്ല, മറിച്ച് പ്രതിപക്ഷം അത് ആ നിലയ്ക്ക് ഒരു വിവാദ പ്രമേയമാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. പ്രതിപക്ഷം മാത്രമല്ല, എങ്ങനെയും സംഭാവനകൾ നൽകാതിരിക്കാൻ ശ്രമിക്കുന്ന NGO സമുദായത്തിൻ്റെ ഒരരഗൻസ്, ഒരാർത്തി അതിൻ്റെ പിന്നിൽ ഉണ്ട് താനും. ഏതായാലും ഈ പ്രതിപക്ഷ വികാരം, അതുപോലെ തന്നെ ഈ മനുഷ്യനിർമ്മിത മനുഷ്യ സഹജമായ ആർത്തി, ഇതൊക്കെ പങ്കിടുന്നതിൽ മുൻകൈയെടുത്തൊരു പത്രമാണ് മലയാള മനോരമ എന്ന് നമുക്കറിയാം. അവർക്ക് അവരുടെ ആ വികാരം കൂടുതലായി പ്രകാശിപ്പിക്കാൻ എന്നല്ല, ആഘോഷിക്കാൻ ലഭിച്ച ഒരവസരം ഇന്നലെ ഹൈക്കോടതി വെച്ച് നീട്ടുകയും ചെയ്തു. സാലറി ചലഞ്ചുമായി ബന്ധിപ്പിച്ച് ഒരു മാസത്തെ ശമ്പളം പിടിക്കുന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡിന് സംഭവിച്ച ഒരു പാളിച്ച ഇതൊരു പിടിച്ചുപറിയാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഹൈക്കോടതിയെ തന്നെ എത്തിക്കുകയുണ്ടായി. സമയം കളഞ്ഞില്ല മലയാള മനോരമ. ഇത് പിടിച്ചു പറിക്കൽ എന്ന നിലയ്ക്ക് അതിനെ ലീഡ് വാർത്തയാക്കുകയും ചെയ്തു. ആ കാര്യത്തിൽ കോടതിയുടെ ആ പ്രയോഗത്തെയാണ് ലീഡ് വാർത്ത ചമയ്ക്കാൻ മനോരമ എന്ന പ്രയോഗം. ശമ്പളം പിടിച്ചു വാങ്ങുന്നതിലെ ഹൈക്കോടതി ഇത് പിടിച്ചു പറിക്കൽ എന്ന നിലയ്ക്ക് ആ വാർത്ത തരുമ്പോൾ, പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ നിർബന്ധിത ശമ്പളപ്പിരിവിന് ഉത്തരവിറക്കാൻ ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ കഴിയുമെന്ന് ഹൈക്കോടതി. നിർബന്ധിത പിരിവ് പിടിച്ചുപറിക്കലാകും. മുഖ്യമന്ത്രി സാലറി ചലഞ്ച് മുന്നോട്ട് വെച്ചത് അഭ്യർത്ഥനയായാണ്. അത് മാനിച്ച് പലരും തയ്യാറായി. എന്നാൽ നിർബന്ധിത ഉത്തരവ് അതിന് തിരിച്ചടിയാകുമെന്ന വാദത്തിനിടെ കോടതി പറയുകയുണ്ടായി, ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളം പോലും പിടിക്കാൻ സർക്കാരിന് അധികാരമില്ല. അതിനൊക്കെ ഒരു രീതിയുണ്ട്. നിയമം നോക്കാതെ ശമ്പളം പിടിക്കാൻ ഉത്തരവിറക്കുന്നത് എങ്ങനെ? നിയമ സെക്രട്ടറിയുമായി ചർച്ച നടത്തിയോ? തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി ചോദിച്ചത്. അതിൻ്റെ സാങ്കേതികതകളിലാണ് കോടതി പോകുന്നത്. അതങ്ങനെ തന്നെയായിരിക്കും. കോടതി പരിശോധിക്കുന്നത് അവരുടെ മുന്നിൽ വരുന്ന ഒരു പ്രമേയത്തിൻ്റെ നിയമവശം മാത്രമാണ്. സത്യം, നീതി, ധർമ്മം തുടങ്ങിയ കാര്യങ്ങളൊന്നും കോടതിയുടെ പരിഗണനാ വിഷയങ്ങളാകുന്നതേയില്ല. അങ്ങനെ ആകുകയും ചെയ്യരുത്. സത്യം ജയിക്കുന്ന ഇടമല്ല കോടതി. ധർമ്മവും നീതിയും പുലരുന്ന സ്ഥലമല്ല കോടതി, മറിച്ച് കുറ്റം തെളിയിക്കുന്ന ഇടമാണ്. കുറ്റം തെളിയിക്കുന്നതിന് തെളിവുകൾ മാത്രമാണ്. തെളിവുകൾ പരിശോധിച്ചാൽ ഈ ഒരു മാസത്തെ ശമ്പളം, സാലറി ചലഞ്ച് എന്ന പ്രമേയം തന്നെ നിയമവിരുദ്ധമാണ് എന്ന് വേണമെങ്കിൽ വാദിക്കാം. കാരണം ശമ്പളത്തിൻ്റെ കാര്യത്തിൽ അത് അവരുടെ മൗലിക അവകാശമാണ്. ഒരു ദിവസത്തെ ശമ്പളം പോലും തരാൻ നിർബന്ധപൂർവ്വം ആവശ്യപ്പെടാൻ സർക്കാരിന് കഴിയില്ല, ശരിയാണ്. പക്ഷേ കേരളത്തിൻ്റെ ഇന്നത്തെ പൊതു സാഹചര്യം 40,000 കോടി രൂപ, അതാണ് മിനിമം നിലവാരത്തിൽ. 50,000 കോടിയാണ്. 40,000 രൂപയുണ്ടെങ്കിലേ ഒരു നവീന കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രാരംഭഘട്ടങ്ങൾ നിവർത്തിക്കാൻ കഴിയൂ എന്ന് കണക്കാക്കപ്പെടുമ്പോൾ അതിന് 4,000 കോടിയെങ്കിലും NGO സമുദായം നൽകേണ്ടതാണ് എന്ന് പറയുന്നത് പിടിച്ചുപറിയല്ല. കാരണം അത്രമാത്രം സുരക്ഷിതമായ ഒരു ജനവിഭാഗത്തോടാണ് അത് ചോദിച്ചത്. സൗമനസ്യത്തോടെ അവർ തന്നില്ല എങ്കിൽ സാമൂഹ്യ സമ്മർദ്ദത്തിലൂടെ അത് വാങ്ങുക എന്നത് പിടിച്ചുപറിയായി കോടതി കാണും. പക്ഷേ മലയാളികളുടെ പൊതുസമൂഹം അങ്ങനെ കാണില്ല. കാരണം അത്രത്തോളം ശക്തമായി ഈ വിഭാഗത്തിൻ്റെ അവകാശ സമരങ്ങളോട് അരയും തലയും മുറുക്കി കൂടെ നിന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ മലയാളികളുടെ ആവശ്യത്തിന് മുന്നിൽ, പൊതുവായ ആവശ്യത്തിന് മുന്നിൽ സൗമനസ്യപൂർവം അവരുടെ പണസഞ്ചി അഴിക്കേണ്ട ഉത്തരവാദിത്വം NGOമാർക്കും GOമാർക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് സത്യത്തിൽ ഇന്ത്യയുടെ ഇതര പ്രദേശങ്ങളെ വെച്ച് പരിശോധിക്കുമ്പോൾ
കേരളത്തിലെ NGO സംഘടന, GO സംഘടന, പോലീസ് സംഘടന ഒക്കെ അനുഭവിക്കുന്ന ഒരു സംഘടിത ബോധത്തിൻ്റെ സ്വാശ്രയത്വമുണ്ട്. അതിൻ്റെ ഒരു ഉദാരമായ രീതി ജനങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നുമുണ്ട്. ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിന്നുകൊണ്ട് വേണം ഈ കാര്യത്തെ തീരുമാനിക്കാൻ. അല്ലാതെ കോടതി വ്യവഹാരങ്ങളിലെ കേവല നിയമവ്യവസ്ഥ കൊണ്ട് അതിനെ നേരിടാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിർബന്ധിത പിരിവ് നടക്കുന്നില്ല എന്ന് തോമസ് ഐസക് പറഞ്ഞത്. സാലറി ചലഞ്ചിനെ കുറിച്ച് കോടതി പറഞ്ഞത് ശരിയാണ് എന്ന് മന്ത്രി തോമസ് ഐസക്. നിർബന്ധിത പിരിവ് നടക്കുന്നില്ല. നിർബന്ധിച്ച് പണം പിരിക്കാൻ സർക്കാരിന് അവകാശവുമില്ല. ഒരു മാസ ശമ്പളം തരാൻ തയ്യാറല്ലെങ്കിൽ എഴുതി അറിയിച്ചാൽ മതി. അത്രയേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഈ എഴുതി അറിയിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്ര പേടി എന്താണ് NGOമാർക്ക്? എന്തിനാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ വെപ്രാളം കൊള്ളുന്നത്? ഞങ്ങൾക്കിത് തൽക്കാലം തരാൻ കഴിയില്ല, ഇത്രയേ തരാൻ കഴിയൂ, അത് സദയം സ്വീകരിച്ചാലും തീർന്നില്ലേ? അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ജാള്യതയുണ്ട്. കോടതിയിൽ നിന്ന് പോലും ഈ ഉദരംബര വിഭാഗം മറച്ചു വയ്ക്കുന്ന ജാള്യത. അതങ്ങനെ എഴുതി കൊടുത്താൽ ഇവരുടെ മുഖഭാവമൊക്കെ മലയാളികൾ തിരിച്ചറിയും. അതിൽ ഭയമാണ് അവരുടെ പ്രശ്നം. ആ ഭയത്തെയാണ് കോടതി വിധിയുടെ മറവിൽ മലയാള മനോരമ സംരക്ഷിച്ച് നിർത്തുന്നത്. അതാണ് അതിൻ്റെ അപകടകരമായ വശം. ഒരു കാര്യം ഉറപ്പാണ്, NGOമാർ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഒരു NGO വിഭാഗത്തിനും 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടക്കുന്നുണ്ടോ? 10 വർഷത്തിലൊരിക്കലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു രീതി, കീഴ്വഴക്കമനുസരിച്ച് ശമ്പള പരിഷ്കരണം നടക്കുന്ന ഒരു അവസരം, ഒരു കാലഗണന. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാലഗണന വേണ്ടി വരുന്നത്? 5 വർഷം കൊണ്ട് നടത്തിയാലും 10 വർഷം കൊണ്ട് നടത്തിയാലും ഏകദേശം ഫലം ഒന്ന് തന്നെയാണ്. പക്ഷേ 5 വർഷം കൊണ്ട് നടത്തുന്നത് വ്യത്യസ്തമായി 10 വർഷം ലഭിച്ചാൽ അധിക ചിലവ് നേരിടുന്നതിന് സർക്കാരിന് ഒരു സമയം കിട്ടും, തഞ്ചമായ ഒരു സമയം കിട്ടും. എന്നിട്ടും കേരളത്തിലെ NGO സമുദായം 5 വർഷത്തിലൊരിക്കൽ പിടിച്ചുപറി പോലെ, അതാണ് പിടിച്ചുപറി, 60%, 70% മൊത്ത വരുമാനം പിടിച്ചു പറിക്കുകയാണല്ലോ NGOമാർ. മനോരമയെന്ന് അംഗീകരിക്കുമല്ലോ. ഇപ്പോഴെന്തേ ചില ഹ്രസ്വമായ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഈ എഴുത്ത് അപായകരമായൊരു സൂചനയായി പിൽക്കാലത്ത് അരഗൻ്റായിരിക്കുന്ന അത്യാർത്തി പൂണ്ട NGO കമ്മ്യൂണിറ്റി മുന്നോട്ട് വെച്ചാൽ മനോരമയ്ക്ക് പോലും അത് നിഷേധിക്കാൻ കഴിയില്ല. വളരെ ചെറിയൊരു കാലത്തെ ആവശ്യത്തെ മുൻനിർത്തി അപായകരമായ ഭാവി സാധ്യതകൾ സൃഷ്ടിക്കാതിരിക്കാൻ ഈ പത്രം ശ്രദ്ധിക്കണമായിരുന്നു. ഒരു കാര്യം ഉറപ്പ്, 5 വർഷത്തിലൊരിക്കൽ ഈ നിലയ്ക്ക് ശമ്പള പരിഷ്കരണം എന്ന ആവശ്യവുമായി NGOമാർ മുന്നോട്ട് വന്നാൽ കേരള സമുദായം ഇനി അംഗീകരിക്കും എന്ന് മനോരമ കരുതുന്നുണ്ടോ? ആരെങ്കിലും കരുതുന്നുണ്ടോ? നമുക്കറിയാവുന്ന ഒരു കാര്യം പറയാം. ഒരു ഘട്ടത്തിൽ 5 വർഷത്തിനൊരിക്കൽ ഈ ശമ്പള പരിഷ്കരണം നിവർത്തിക്കാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടിയ സംസ്ഥാനമാണ് കേരളം. ഈ ഒറ്റ ആവശ്യത്തിന് മുൻനിർത്തി ആ നിലയ്ക്ക് സൗജന്യ സമീപനം സ്വീകരിച്ച, വർഗപരമായ താല്പര്യത്തെ മുൻനിർത്തി ഉദാര സമീപനം സ്വീകരിച്ച മലയാളികളോടാണ് നെഞ്ഞൂക്ക് കാണിക്കുന്നത് ഈ NGO അല്പത്വം. അതുകൊണ്ട് തന്നെ 5 വർഷം എന്നത് 10 വർഷമായി പോകുന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെട്ടുകൂടായിക ഇല്ല. ഇങ്ങനെയൊക്കെയാണ് മലയാളികളോട് NGOമാർ പെരുമാറുന്നത് എങ്കിൽ ആ നിലയ്ക്ക് കൂടി കാര്യങ്ങൾ കാണേണ്ടി വരും. കോടതി പറഞ്ഞത് ശരിയാണ്, പക്ഷേ ആ ശരി നിയമപരമായ ശരിയാണ്. ആ നിയമങ്ങൾക്കപ്പുറം പ്രളയം ഒരു നിയമവും പാലിക്കുന്നില്ല. ആ നിയമങ്ങൾക്കപ്പുറത്താണ് ദുരന്തങ്ങൾ വന്നത്. ഈ ദുരന്തങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ NGOമാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ധാർമ്മികമായി അവരെ സമ്മർദ്ദത്തിലാഴ്ത്തി കഴിയാത്തവർ എഴുതിത്തരണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നാം നീങ്ങേണ്ടി വരും. അതാണ് നീങ്ങിയത്. അതുകൊണ്ട് തന്നെ അതിൽ പരിഭവിച്ചിട്ട് കാര്യമില്ല. 5 വർഷത്തിലൊരിക്കൽ എന്ന സാധനം വരുമല്ലോ, അപ്പോഴാലോചിക്കാം മലയാളികൾ എങ്ങനെ ഇവരോട് പെരുമാറാൻ പോകുന്നു എന്നത്. ഈ കാര്യത്തിൽ നാം പരിശോധിക്കേണ്ടത് 3 പ്രധാന പത്രങ്ങളാണ് ഈ വാർത്ത ലീഡ് വാർത്തയാക്കിയത്.
ഒന്ന് മനോരമ, നമുക്ക് ചിന്തിക്കാൻ കഴിയും, ഹ്രസ്വ താല്പര്യമേ ആ പ്രസ്ഥാനത്തിനുള്ളൂ. മറ്റൊന്ന് മംഗളം, സ്വാഭാവികമായും സെൻസേഷനുണ്ട്. മൂന്നാമതൊരു പത്രം ശ്രദ്ധിക്കണം, ഇത് ലീഡ് വാർത്തയാക്കിയത് ജന്മഭൂമിയാണ്. UAE 700 കോടി രൂപ തരും എന്ന് പറഞ്ഞപ്പോൾ തരരുത് എന്ന് വിരലുയർത്തി പറഞ്ഞ പത്രമാണ്. അതൊക്കെ ചെയ്യും, അതിനപ്പുറവും ചെയ്യും. പിന്നെ ഈ കാര്യത്തിൽ ഒരു പത്രമൊന്നും വിളിക്കാൻ കഴിയില്ല എങ്കിലും ലീഡ് വാർത്തയാക്കിയത് വീക്ഷണവുമാണ്. ഇതെല്ലാവരും ആലോചിച്ചിരിക്കുന്നത് നല്ലതാണ്, ചെവിക്ക് പിടിച്ചോർമ്മിക്കുന്നതും നല്ലതാണ്. 5 വർഷത്തിലൊരിക്കലാണോ 10 വർഷത്തിലൊരിക്കലാണോ ഈ ഒരു സൗജന്യം ഉപയോഗിക്കേണ്ടത് എന്ന്? ഈ കാര്യത്തെ മുൻനിർത്തി ഇന്ന് നവകേരള കൂട്ടായ്മയുടെ പ്രശ്നം മുന്നോട്ട് വെച്ച് അതിനെ തകർക്കാൻ നടക്കുന്ന ഗൂഢനീക്കത്തെ സംബന്ധിച്ച ഒരു റൈറ്റപ്പ് ദേശാഭിമാനി എഴുതിയിട്ടുണ്ട്. അതും കൂടി ഇതിനൊപ്പം വായിച്ചു തന്നെ പോകേണ്ടതാണ്. കാണുക, നവകേരള കൂട്ടായ്മ തകർക്കാൻ ഗൂഢനീക്കം. പെൻഷൻ പിടിക്കാൻ തീരുമാനിച്ചിട്ടില്ല, 22-ന് യോഗം ചേരാനിരിക്കുന്നതേയുള്ളൂ. അപ്പോഴേക്ക് തത്രപ്പാട് തുടങ്ങിക്കഴിഞ്ഞു. NGOമാരുടെ ഹൃദയ സംഘർഷം ഏറ്റെടുക്കേണ്ട എന്ത് ഉത്തരവാദിത്വമാണ് പത്രങ്ങൾക്കുള്ളത്? അതിനേക്കാൾ എത്രയോ വലിയ ജനതയാണ്. പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ കഴിയാത്ത ആളുകളാണ് കുട്ടനാട്ടിലുള്ളത്. കൈനകരിയിലെ ആളുകൾക്ക് ഒരു ദിവസ ശമ്പളം കൂലി കിട്ടണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ താണ്ടണം. അതിനൊക്കെയുള്ള നഷ്ടപരിഹാരം നൽകേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുള്ളപ്പോൾ ആരാണത് നിറവേറേണ്ടത്? നിറവേറേണ്ട ഉത്തരവാദിത്വം NGOമാർക്കില്ലെങ്കിൽ ആ കാര്യത്തിൽ ഒളിച്ചു കളിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ തിരിച്ചു മാത്രമേ പ്രതീക്ഷിക്കാവൂ സാധാരണ കുട്ടനാട്ടിലെ തൊഴിലാളികളിൽ നിന്ന്. കാണുക ദേശാഭിമാനിയുടെ ആ റൈറ്റപ്പ്. പ്രളയക്കെടുതിയിൽ നിന്ന് കരകയറുന്നതിനുള്ള ജനകീയ കൂട്ടായ്മയ്ക്ക് തുരങ്കം വയ്ക്കാൻ ആസൂത്രിത നീക്കം. ദുരിതാശ്വാസ നിധിയിലേക്ക് 1 മാസത്തെ ശമ്പളം നൽകണമെന്ന അഭ്യർത്ഥന നിർബന്ധിത പിരിവായി വ്യാഖ്യാനിച്ച് ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ. പ്രതിപക്ഷ അനുഭാവമുള്ള ചില സർവീസ് സംഘടനകളാണ് ആരോപണവുമായി ആദ്യം രംഗത്ത് വന്നത്. ജീവനക്കാരിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി കേരളത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയെ തകിടം മറിക്കാൻ ചില മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നേരിട്ടിറങ്ങിയിരിക്കുകയാണ്. പെൻഷൻകാരിൽ നിന്ന് 1 മാസത്തെ ശമ്പള തുക ഈടാക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചു എന്നാണ് ഒടുവിലത്തെ പ്രചാരണം. UAE വാഗ്ദാനം ചെയ്ത സഹായം പുനഃപരിശോധിക്കുന്നു എന്ന പ്രചാരണവും ഇതിൻ്റെ ഭാഗമാണ്. പ്രളയബാധിതർക്ക് ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ 1 ലക്ഷം രൂപ വായ്പ കിട്ടുന്നത് വൈകും, പ്രളയ സഹായത്തിൽ പിഴവ്, അധിക തുക പിടിക്കാൻ നെട്ടോട്ടം തുടങ്ങിയ വാർത്തകളും സർക്കാരിനെ താറടിച്ച് കാണിക്കാനാണ്. സുസംഘടിതമായ ഒരു രീതിയാണിത്. NGOമാരുടെ ആർത്തിക്ക് മുന്നിൽ കൈകുമ്പിട്ട് നിൽക്കാൻ ഒരു ഉത്തരവാദിത്വവും കേരളത്തിലെ മാധ്യമ ലോകത്തിനോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോ ഇല്ല തന്നെ എന്ന യാഥാർത്ഥ്യം കണ്ടില്ല എന്ന് നടിക്കരുത് ആരും. അസോസിയേറ്റ് ബാങ്കുകളുമായി ലയിപ്പിച്ച് SBIയെ ഒരു വലിയ ബാങ്കാക്കി മാറ്റി SBT ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ബാങ്കുകളുടെ ഏകോപനം, ലയനം, അങ്ങനെയാണ് ആദ്യഘട്ടം നടന്നത്. രണ്ടാമതൊരു ഘട്ടം കൂടി വരുന്നു. മാതൃഭൂമി അത് ലീഡ് 1-ാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തയാക്കിയിരിക്കുന്നു. ബാങ്ക് ലയനം വീണ്ടും. ബാങ്ക് ഓഫ് ബറോഡ, വിജയ, ദേന ബാങ്കുകൾ ഒന്നാകും. അതാണ് വാർത്ത. മാതൃഭൂമി അത് 1-ാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി തരുമ്പോൾ ബാങ്കുകളുടെ ഏകോപനത്തിലൂടെ ഈ പുതിയ സർക്കാർ, ഇന്ത്യയിലെ മോദി സർക്കാർ ലക്ഷ്യം വെക്കുന്ന എന്തൊക്കെയാണ് എന്ന കാര്യം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വന്നേക്കും. ഒരുപക്ഷെ ഇത് 2-ാം ഘട്ടം വികസനമാണ് എന്നാണ് അവർ പറയുന്നത്. ആ വാർത്ത മാതൃഭൂമി തരുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. വാർത്ത ഇപ്രകാരമാണ് മാതൃഭൂമി തരുന്നത്. ബാങ്ക് ഓഫ് ബറോഡ, വിജയ ബാങ്ക്, ദേന ബാങ്ക് എന്നീ പൊതുമേഖലാ ബാങ്കുകൾ ലയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. ലയിച്ചൊന്നാകുന്ന ബാങ്ക് രാജ്യത്തെ 3-ാമത്തെ വലിയ ബാങ്കാകുമെന്ന് കേന്ദ്ര ധനകാര്യ സേവന സെക്രട്ടറി രാജീവ് കുമാർ വ്യക്തമാക്കി. ഇതിന് 14.82 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് ഉണ്ടാകും. 85,675 ജീവനക്കാരാണ് ഈ 3 ബാങ്കുകളിലായി ഉള്ളത്. തുടങ്ങിയ വിശദാംശങ്ങൾ ഈ വാർത്തയ്ക്കൊപ്പം ഇന്ന് മാതൃഭൂമി നമുക്ക് തന്നിരിക്കുന്നു.
ഹാരിസൺ കേസിൽ സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്ന് വമ്പിച്ച തിരിച്ചടി വന്ന വാർത്ത മാധ്യമം ഇന്ന് ലീഡ് വാർത്തയാക്കുന്നു. അത്രത്തോളം പ്രാധാന്യവും പ്രസക്തിയും ആ വാർത്തയ്ക്ക് നിശ്ചയമായും ഉണ്ടുതാനും. ഹാരിസൺ കേസിൽ സർക്കാരിന് സുപ്രീം കോടതിയിലും തിരിച്ചടി. വാദത്തിന് പോലും എടുക്കാതെ അപ്പീൽ തള്ളി. 4 മിനിറ്റാണ് ഏറ്റവും കൂടുതൽ ആ അപ്പീലിന് വേണ്ടി സുപ്രീം കോടതി ചെലവഴിച്ചത്. ഹൈക്കോടതിയുടെ നിഗമനങ്ങളോട് പൊതുവെ യോജിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പുതിയതായി ഒന്നും പറയാനില്ല. ഇത് ഒരു സിവിൽ വ്യവഹാരമാണ്, അല്ലാതെ ഈ നിലയ്ക്ക് പിടിച്ചെടുക്കേണ്ടതല്ല. 38,000 ഏക്കർ ഹാരിസന്റെ പിടിച്ചെടുത്ത ഭൂമിയുമായി ബന്ധിപ്പിച്ച് സുപ്രീം കോടതി ഈ നിലപാടെടുക്കുമ്പോൾ ഇതിന് അരയും തലയും മുറുക്കി നിൽക്കുന്ന കേരള സംസ്ഥാന സർക്കാർ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? നിയമനിർമ്മാണമല്ലാതെ. വാർത്തയുടെ വിശദാംശം മാധ്യമം ഇങ്ങനെ തരുന്നു. ഹാരിസൺസ് മലയാളം കേസിൽ സുപ്രീം കോടതിയിലും സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ഹാരിസൺസ് മലയാളം അടക്കമുള്ള വിവിധ പ്ലാന്റേഷനുകൾക്ക് കീഴിലെ 38,000 ഏക്കർ അനധികൃത ഭൂമി ഏറ്റെടുക്കാനുള്ള സ്പെഷ്യൽ ഓഫീസറുടെ നടപടികൾ റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സമർപ്പിച്ച അപ്പീൽ സുപ്രീം കോടതി തള്ളി. വാദം കേൾക്കാൻ പോലും അനുവദിക്കാതെയാണ് ജസ്റ്റിസ് റോഹിംഗ്ടൺ ബി ധനിമാൻ അധ്യക്ഷനായ ബെഞ്ച് അപ്പീൽ തള്ളിയത്. ഹൈക്കോടതി നിർദ്ദേശിച്ചതുപോലെ സിവിൽ കോടതിയിൽ പോയി ഭൂമിയുടെ ഉടമസ്ഥാവകാശം കേസ് കൊടുത്ത് സ്ഥാപിച്ചെടുക്കാൻ സുപ്രീം കോടതിയും വാക്കാൽ ഉപദേശിച്ചു. ഹൈക്കോടതി തള്ളിക്കളഞ്ഞ വാദമുഖങ്ങൾ പൂർണ്ണമായും സുപ്രീം കോടതിയുടെ മുന്നിൽ വന്നതാണ്. അത് പരിശോധിച്ചാൽ പോലും ഇത്തരം ഒരു നിലപാടെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ പരിശോധിക്കാതെ തന്നെ തള്ളുന്നത് വഴി ഒരുപക്ഷെ മലയാളികളുടെ, കേരളത്തിൻ്റെ ന്യായമായ ഒരു അവകാശം ഇരുട്ടിലേക്ക് പിന്തള്ളപ്പെടുകയാണ് ചെയ്തത്. ഇനി കോടതികൾക്ക് വ്യവഹരിക്കാൻ കഴിയാത്ത നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ ഈ ഭൂമി തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല. അതിനുള്ള പരിശ്രമങ്ങളിലാണ് റവന്യൂ വകുപ്പ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതേ സംബന്ധിച്ച് റവന്യൂ മന്ത്രി പറയുന്നത് കാണുക. സുപ്രീം കോടതി വിധിയുടെ വിശദാംശങ്ങൾ ലഭിച്ചാൽ സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനുള്ള നിയമപരമായ മുഴുവൻ സാധ്യതകളും ആരായി. സർക്കാർ ഭൂമി സംരക്ഷിക്കുക എന്നത് ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണെന്നും മന്ത്രി പ്രസ്താവനയിൽ പറയുന്നു. നിയമനിർമ്മാണം മാത്രമാണ് ഇനി സർക്കാരിൻ്റെ മുന്നിലുള്ള പോംവഴി. ഇന്ന് ദേശാഭിമാനി അതിൻ്റെ ലീഡ് വാർത്തയായി തരുന്നത് ഓഹരി വിപണി, ഓഹരി കമ്പോളത്തിൽ വന്ന വലിയ തകർച്ചയാണ്. ഇന്ത്യൻ സമ്പദ്ഘടന ആടി ഉലയുന്ന ദിവസങ്ങളിലൂടെയാണ് ഇപ്പോൾ മോദി ഭരണം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രൂപ വീണ്ടും താഴേക്ക്, ഓഹരി വിപണി തകർന്നു. തിങ്കളാഴ്ച മാത്രം നഷ്ടം 1.14 ലക്ഷം കോടി. വാർത്ത ഇങ്ങനെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദങ്ങൾ തകർത്ത് ഓഹരി വിപണിയിൽ കനത്ത തകർച്ച. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 105 പോയിൻറ്റും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 137 പോയിൻറ്റും ഇടിഞ്ഞു. നിക്ഷേപകർക്ക് തിങ്കളാഴ്ച നഷ്ടപ്പെട്ടത് 1.14 ലക്ഷം കോടി രൂപ. രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു. ഇതോടെ ഡോളറുമായുള്ള വിനിമയ നിരക്ക് 72.51 ആയി. രൂപയുടെ മൂല്യം ഇടിയുന്നു, ഓഹരി വിപണി തകരുന്നു. 50-ാം ദിവസവും ഇന്ധനവില കൂട്ടിയിരിക്കുകയും ചെയ്യുന്നു. ഇന്ധനവില ഈ കഴിഞ്ഞ 50 ദിവസമായി ക്രമാനുഗതമായി കൂടി 85 എന്ന ഡെഡ് ലൈൻ താണ്ടി 100ലേക്ക് സഞ്ചരിക്കുന്നു. അതാണ് ദേശാഭിമാനി തരുന്ന ലീഡ് വാർത്തയിൽ വ്യവഹരിക്കപ്പെട്ട പ്രമേയങ്ങൾ. ഇതിനകത്ത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJPയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീധരൻപിള്ള ഒരു മര്യാദരാമനാണ്, മര്യാദക്കാരനാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഏവരും അംഗീകരിക്കേണ്ട കാര്യമാണ്. 50 രൂപയ്ക്ക് പെട്രോൾ തരാം, 40 രൂപയ്ക്ക് ഡീസൽ തരാം. തെരഞ്ഞെടുപ്പ് പ്രചരണ പത്രികയിലുള്ള കാര്യം. അതിനകത്ത് ആ കാര്യത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഒക്കെ നടുങ്ങി വിറയ്ക്കുന്ന BJPക്കാരെ രക്ഷിക്കാൻ താരതമ്യേന സത്യസന്ധനായ ശ്രീധരൻപിള്ളയ്ക്ക് ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു, തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ആരാണ് നടപ്പാക്കിയത്? നടപ്പാക്കിയിട്ടേ ഇല്ല. അതുകൊണ്ട് നമ്മൾ മാത്രം നടപ്പാക്കണം എന്നാവശ്യപ്പെടുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആവർത്തിച്ചുള്ള ചോദ്യങ്ങളുടെ ഒരു വൈഷമ്യത്തിൽ നിന്ന് BJPയുടെ വക്താക്കളെ അടക്കം രക്ഷിക്കാനാണ് ശ്രീധരൻപിള്ള ശ്രമിക്കുന്നത്. ഒരളവോളം സത്യസന്ധതയുള്ള ഒരു നിലപാടാണത്. കാരണം നിവർത്തിയില്ല.
ആ പാർട്ടിക്കും നേതാക്കൾക്കും ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ. ഇന്ന് ഒരു ചരമ വാർത്ത മംഗളം എന്ന പത്രം നമുക്ക് തരുന്നു. എല്ലാ പത്രങ്ങളും തന്നിരിക്കുന്നു. ക്യാപ്റ്റൻ രാജു എന്ന സിനിമാ നടൻ്റെ ചരമ വാർത്തയാണ് മംഗളം ഒന്നാം പേജിൽ സചിത്രമായി തരുന്നത്. തലയെടുപ്പുള്ള വില്ലനായും തനിമയുള്ള കഥാപാത്രങ്ങളായും വെള്ളിത്തിര കീഴടക്കിയ നടൻ ക്യാപ്റ്റൻ രാജു 68 വയസ്സ് അന്തരിച്ചു. മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് ഏതാനും നാളുകളായി ചികിത്സയിലായിരുന്നു. എറണാകുളം പാടിവട്ടത്തുള്ള വസതിയിൽ ഇന്നലെ പുലർച്ചെയായിരുന്നു അന്ത്യം. അദ്ദേഹത്തിൻ്റെ മകൻ ദൂരദേശത്താണ്, അമേരിക്കയിലാണുള്ളത്. വരുന്നത് കാത്ത് മോർച്ചറിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശവശരീരം മാറ്റിയിരിക്കുന്നു തുടങ്ങിയ വാർത്തകളാണിന്ന് നമുക്ക് ലഭിക്കുന്നത്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ചുമതല ഒഴിഞ്ഞു. ആ വാർത്ത ഇന്നലെ തന്നെ നമുക്ക് ലഭിച്ചതാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് മംഗളത്തിൻ്റെ ഒന്നാം പുറം തരുന്ന മറ്റൊരു വാർത്ത. ബലാത്സംഗ കേസിൽ പോലീസിന് മുന്നിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ജലന്ധർ രൂപതയുടെ ഭരണ ചുമതല ഒഴിഞ്ഞു. സ്ഥാനമൊഴിയുന്നതിന് അനുമതി തേടി ഇന്നലെ മാർപ്പാപ്പയ്ക്ക് കത്തയച്ചു. കേസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സമയം വേണമെന്നും അന്വേഷണവുമായി സഹകരിക്കാൻ കേരളത്തിലേക്ക് പോകേണ്ടത് ആവശ്യമാണെന്നും ചൂണ്ടിക്കാട്ടുന്ന കത്തിൽ വത്തിക്കാൻ്റെ തീരുമാനം ഉടൻ ഉണ്ടാകും എന്നാണ് ഈ വാർത്ത പറയുന്നത്. പക്ഷേ ഉണ്ടായില്ലയോ എന്നതല്ല, അദ്ദേഹം അക്കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. സമയം പോരാ. ബിഷപ്പിൻ്റെ ചുമതല വഹിക്കാനുള്ള സമയമാണ് ഈ കേസ് അപഹരിച്ചിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞാകാം ഇനി ബാക്കി. കന്യാസ്ത്രീകളുടെ സമരം 10ാം ദിവസം താണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ അതിനനുഭാവം പ്രകടിപ്പിച്ച് MN കാരശ്ശേരിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് മറ്റൊരു സമരവും നടക്കുന്നു. ഈ സമരങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, ബിഷപ്പ് ഫ്രാങ്കോ അദ്ദേഹം അറസ്റ്റ് തേടിയായിരിക്കും ഒരുപക്ഷെ കേരളത്തിലേക്ക് വരുന്നത്. അദ്ദേഹം ഒരുപക്ഷെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പുള്ള ചില അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് കോടതി തടഞ്ഞുവെന്നും വരാം. അങ്ങനെയാണെങ്കിൽ കന്യാസ്ത്രീകളുടെ സമരം ഇനിയും നീണ്ടുപോയേക്കാൻ ഇടയുണ്ട് താനും. ഗോവ പിടിക്കാൻ കോൺഗ്രസ്, കേരള കൗമുദിയുടെ ലീഡ് വാർത്ത അതാണ്. അതനുസരിച്ച് ഗവർണർക്ക് കത്ത് നൽകുകയും ചെയ്തിരിക്കുന്നു കോൺഗ്രസ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയതാണ് ഗോവ എന്ന സംസ്ഥാനം കോൺഗ്രസ്സിന്. ഇത്തവണ തിരിച്ചു പിടിക്കാനാണ് പരീക്കറിൻ്റെ അസുഖം ആയി ബന്ധിപ്പിച്ച് പുതിയ മുഖ്യമന്ത്രിയെ അവർക്ക് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. ആ പുതിയ പ്രതിസന്ധിയിൽ മുതലെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. വാർത്ത ഇപ്രകാരമാണ് കേരള കൗമുദിയുടെ ലീഡ് വാർത്ത തരുന്നത്. ആശുപത്രിയിലായ ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറിന് പകരക്കാരനെ കണ്ടെത്തുന്നതിൽ NDA തീരുമാനം നീളവേ സർക്കാരുണ്ടാക്കാൻ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ തങ്ങളെ ക്ഷണിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഗവർണർക്ക് കത്ത് നൽകി. ഒരു പുതിയ 3-4 പേരുടെ ഒരു നിലപാട് മാറ്റം കൂടി ഇക്കാര്യത്തിൽ സംഭവിച്ചുകൂടായികയില്ല കോൺഗ്രസ് ഭരണത്തിലേക്ക് വരുന്ന പക്ഷം. JNUവിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നമുക്കറിയാം JNUവിലെ BJP വിദ്യാർത്ഥി സംഘടന ABVP തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു. അതിനെ തുടർന്ന് JNUവിൽ സംഘർഷം തുടരുന്നു. സിറാജ് എന്ന പത്രം ദേശീയം പേജിൽ അത് തരുന്നു. വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ABVPയുടെ അഴിഞ്ഞാട്ടം. വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനാകാതെ വന്നതോടെ ക്യാമ്പസിൽ ABVPയുടെ നേതൃത്വത്തിൽ അതിക്രമം നടത്തുന്നതായി വിദ്യാർത്ഥികൾ ആരോപിച്ചിരിക്കുന്നു. അതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത. ജിൻസൺ ജോൺസണ് അർജുന അവാർഡ് ലഭിച്ച വാർത്ത ഇന്ന് സിറാജ് ഒന്നാം പുറത്ത് തരുന്നു. ജിൻസൺ ജോൺസണ് അർജുന അവാർഡ്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണവും വെള്ളിയും നേടിയ മലയാളി താരം ജിൻസൺ ജോൺസണ് അർജുന അവാർഡിന് ശുപാർശ ചെയ്തു. ഔദ്യോഗിക പ്രഖ്യാപനം പിന്നീടുണ്ടാകും. ഈ മാസം 25-ന് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുക എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ജനയുഗം ഇന്ന് അതിൻ്റെ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് ഒരു സുപ്രീം കോടതി വാർത്തയാണ്. മനുഷ്യാവകാശ പ്രവർത്തകരുടെ അറസ്റ്റിൽ സുപ്രീം കോടതി മഹാരാഷ്ട്ര പ്രോസിക്യൂഷനോട് പറഞ്ഞു കേസ് ഞങ്ങൾ റദ്ദാക്കും എന്ന്.
മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് 5 മനുഷ്യാവകാശ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കേസ് റദ്ദാക്കുമെന്ന് സുപ്രീം കോടതി. പോലീസിന് സമർപ്പിച്ച തെളിവുകൾ പരിശോധിക്കുമെന്നും തെളിവുകൾ കെട്ടിച്ചമച്ചതെന്ന് ബോധ്യപ്പെട്ടാൽ മനുഷ്യാവകാശ പ്രവർത്തകർക്കെതിരെയുള്ള കേസുകൾ റദ്ദാക്കുമെന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര, ജസ്റ്റിസുമാരായ DY ചന്ദ്രചൂഡ്, MM ഖാൻവിൽക്കർ എന്നിവരുൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. വേണ്ടി വന്നാൽ അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT അതിന് രൂപം കൊടുക്കാനും ഞങ്ങൾ മടിക്കില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ, ക്ഷമിക്കുക, മുഖപ്രസംഗങ്ങൾ. പ്രളയാനന്തരം കേരളം അനുഭവിച്ചത് വലിയ ശക്തമായ എൻവയോൺമെൻ്റൽ ആയിരിക്കുന്ന വിപത്ത് സന്ദേശങ്ങളാണ്. അത് കേരളത്തെ അടിമുടി ഉലച്ചിരിക്കുന്നു. അത് ഇടനാടും മലനാടും തീരപ്രദേശവും ഒന്നും അതിന് അപവാദമല്ലാതായിരിക്കുന്നു. ഒരു നവകേരള നിർമ്മിതിക്കായി നാം പോകുമ്പോൾ ഈ വിപത്ത് സന്ദേശങ്ങൾക്ക് കാതോർക്കുക തന്നെ വേണ്ടിവരും. അത് അടുക്കിപ്പെറുക്കി പറഞ്ഞിരിക്കുന്നു മാതൃഭൂമി. പ്രളയം ഉണ്ടാക്കിയ വിപത്ത് സന്ദേശങ്ങൾ. പ്രളയാനന്തര കേരളത്തിൻ്റെ പരിസ്ഥിതിയും മൺജല ഘടനകളും ഗുരുതരമായ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത്. മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും ഘടനയിൽ പ്രളയശേഷമുണ്ടായിരിക്കുന്ന അപകടകരമായ പരിവർത്തനങ്ങൾ പരിസ്ഥിതി സന്തുലിതത്തെ അട്ടിമറിക്കുമെന്ന് ശാസ്ത്രജ്ഞർ നൽകുന്ന മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് പുനരധിവാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഭാവിയിൽ ഗുരുതരമായ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞേ പറ്റൂ. പരിസ്ഥിതിയിലും ആവാസ വ്യവസ്ഥയിലും ദീർഘകാല ഫലങ്ങൾ ഉളവാക്കുന്നതാണ് മഹാപ്രളയങ്ങൾ. സാധാരണ വെള്ളപ്പൊക്കങ്ങൾ ചില ഗുണഫലങ്ങൾ മണ്ണിലും പ്രകൃതിയിലും ഉണ്ടാക്കുമെങ്കിലും 1 മാസം മുമ്പുണ്ടായ പ്രളയം പോലുള്ളവ വൻ വിപത്തുകളാണ് സൃഷ്ടിക്കുന്നത്. വിവിധ ഏജൻസികൾ നടത്തിയ പഠനങ്ങൾ ഏകോപിപ്പിക്കുകയും സൂക്ഷ്മ വിശകലനം നടത്തുകയും ചെയ്തു വേണം പരിസ്ഥിതിയിലുണ്ടായ പ്രളയാഘാതം മനസ്സിലാക്കി ഒരു സമഗ്ര നയം രൂപപ്പെടുത്തേണ്ടത്. പഠനങ്ങളും റിപ്പോർട്ടുകളും അലമാരകളിൽ ഉറങ്ങാനുള്ളവയല്ല. പുനർനിർമ്മാണ തിടുക്കത്തിനിടയിൽ പരിസ്ഥിതിയെക്കുറിച്ചുള്ള വിപത്ത് സന്ദേശങ്ങൾ അവഗണിക്കുകയോ പിന്നീട് പരിഗണിക്കാൻ മാറ്റിവെക്കുകയോ ചെയ്താൽ അതിന് നാം വലിയ വില കൊടുക്കേണ്ടി വരും എന്നും മാതൃഭൂമി പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. പ്രധാന നിരത്തിന് ഓരത്തുള്ള സ്കൂളുകൾ ഒരു വലിയ യാത്രാ പ്രശ്നമാണ്. തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂൾ ഇതിനൊരു ഉദാഹരണമാണ്. അവിടെ ഒരൊറ്റ കാൽനട മേൽപ്പാലം വഴി അത് നന്നായി സർക്കാർ പരിഹരിക്കുകയും ചെയ്തു. നമുക്ക് ഈ ചിത്രം ഒന്ന് കാണാം. ഇത് പട്ടത്തെ സെൻറ് മേരീസ് സ്കൂളിന് മുന്നിൽ ഒരു കാൽനട മേൽപ്പാല നിർമ്മാണ ഉദ്ഘാടനത്തിൻ്റെ ചിത്രമാണ്. കത്തോലിക്ക ബാവയ്ക്കൊപ്പം അത് തിരുവനന്തപുരം മേയർ ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രം മെട്രോ മനോരമ ഇന്ന് നമുക്ക് ഉൾപേജിൽ തന്നിരിക്കുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.